ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ടോറസ്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഞാൻ ഏത് വീഡിയോന്നാണ് കൂടുതൽ ലൈക്സ് കിട്ടിയാണ്, വ്യൂസ് കിട്ടിയാണെന്ന് വെച്ചാൽ ആ വീഡിയോസിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈക്സ് ആൻഡ് വ്യൂസ് ഹൈ ഒരു നല്ല നമ്പറാണ് വെച്ചാൽ ഞാൻ നിങ്ങളുടെ റീഡിങ് ആദ്യം ഇടലു. അപ്പോൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ വ്യൂ ചെയ്യുക സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ, ആൻഡ് കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കൂടുതൽ റെസൊനേറ്റും ആവും. എന്നുവെച്ചാൽ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രയും ഇൻട്രാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത്രേ നല്ലത്. ഞാൻ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമാണ്, നിങ്ങളുടെ സിറ്റുവേഷനിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, മെമ്പർ ആവാം എൻ്റെ ചാനലിൻ്റെ. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 5 of Cups ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി King of Pentacles. ആൻഡ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ 2 of Swords ആണ്. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി 5 of Cups ആണ്. ഇതൊരു റിഗ്രറ്റിൻ്റെ എനർജിയാണ്. ഇതൊരു എന്തോ ഒരു പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ കുറേ സാഡാണ്, ഒരു ഡിപ്രസ്ഡ് എനർജിയിലാണ്, എന്തോ മിസ് ഔട്ടും ആയ പോലെ ഒരു എനർജി. നിങ്ങളൊരു പാസ്റ്റ് പേഴ്സണെ ഓർത്തിട്ടായിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും അവരെ. അപ്പോൾ കുറേ ഒരു സാഡ്നെസ് എനർജി, ഒരു സാഡ് എനർജിയാണ് നിങ്ങളുടെ. അതും ഒരു പാസ്റ്റിൻ്റെ കാര്യം അത് ഓർത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ആക്ച്വലി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാണ്ട് പാസ്റ്റിൻ്റെ എനർജിയിലാണ് കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് ആയിരിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ എനർജിയിൽ അവരുടെ ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. മുമ്പത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റിലാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾ രണ്ടാൾക്കും. വേണമെച്ചാൽ ഈ സെപ്പറേഷനെ നിങ്ങൾക്ക് മാറ്റിയിട്ട് കോൾ ചെയ്ത് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. ഓറൽസ് എന്തോ ഇവിടെ ഒരു ഡിസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ രണ്ടാൾക്കും ആ ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടാണ് ഈ സിറ്റുവേഷൻ ആയിരിക്കണേ, ഒരു സ്റ്റാഗ്നേഷൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഈ 5 of Cups ഇവിടെ? ഈ 5 of Cupsൻ്റെ എനർജി 8 of Wands ആണ് ആൻഡ് Ace of Cups. ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ലവേഴ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് 6 of Wands ആൻഡ് 2 of Swords. ഇവിടെ എന്താണ് കറണ്ട് സിറ്റുവേഷൻ? വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ക്വീൻ ഓഫ് Wands. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിച്ചില്ല. ഇവിടെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അവരോട് നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പണായി പറഞ്ഞില്ല. അതുമാത്രമല്ല, ഞാൻ കാണുന്നത് ഫ്യൂച്ചറിലും നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. ഈ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അവർക്കും നിങ്ങളുടെ ഡിറക്ഷനിലേക്ക് വരണം എന്നുണ്ട്, നിങ്ങളോട് അവരുടെ ഫീലിങ്സ് തുറന്ന് പറയണം എന്നുണ്ട്. പക്ഷെ അവർക്ക് പേടി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ വേറെ ആരോ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണമെന്നാണ് അവരുടെ പേടി. കറണ്ട് സിറ്റുവേഷനിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റെന്യൂവൽ ആണ് കാണുന്നത്. ഈ നിങ്ങളുടെ മുമ്പേ പറഞ്ഞ നിങ്ങൾ മുമ്പേ മീറ്റ് ചെയ്ത സമയം
മേ ബി ഒരു ശരിയായ സമയമായിരുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ കുറേ ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വരാൻ പോണ സമയം കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഡിറക്ഷനിലേക്കാണ് പോണത്. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ ഫൈനലി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്? നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 of Wands ആണ്, ആൻഡ് ഡെവിൽ. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് 9 of Swords ആണ് ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, ആൻഡ് മെജിഷ്യൻ. അപ്പോൾ അതാ ഇവിടെ നിങ്ങളുടെ എനർജി കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൽ. പക്ഷെ നിങ്ങൾ കുറേ ടയേർഡ് ആയിരിക്കണു എന്നുവെച്ചാൽ ഇവിടെ കുറേ ഒരു സ്റ്റാഗ്നേഷൻ ആണ് കാണുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്നും ഒന്നും എഫേർട്ടിനല്ല, ആക്ഷൻ ഇല്ല, അവരുടെ സൈഡിൽ നിന്നും ആക്ഷൻ ഇല്ല. ഇതൊരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ആണ്, ഇവിടെ ഒരു സൊല്യൂഷനും വരുന്നില്ല. അപ്പം നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കുറേ ടയേർഡ് ആയിരിക്കണു, നിങ്ങളുടെ ഫീലിങ്സ് കുറേ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫൈനലി നിങ്ങൾ റെഡിയാണ് ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയെ വേണ്ടു. നിങ്ങൾ ഇപ്പോൾ ഫൈനലി അതാണ് ഡിസൈഡ് ചെയ്യണത്. അത് പാസ്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിച്ച അതിനൊക്കെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവാം. അതും ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് വേണം ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ എനർജിയും 9 of Swords ആണ്, മെജിഷ്യൻ ആണ്. അപ്പോൾ അവരും നിങ്ങൾ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. പക്ഷെ അവർക്ക് കുറേ ഓവർ തിങ്കിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. കുറേ സ്ട്രെസ്, ആങ്സൈറ്റി ഇവിടെ കാണുന്നുണ്ട്, ആൻഡ് അവർ ആക്ഷനും എടുക്കണില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോവാം. ഈ പേഴ്സണോ ഇവരെ മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യണം എന്നുണ്ട് നിങ്ങൾക്ക്, ആൻഡ് ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. ഈ പേഴ്സൻ്റെ എന്താണ് ഇൻറ്റൻഷൻ ഇവിടെ? അപ്പം നിങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് കൊണ്ടുപോകണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് കപ്സും ഡെത്ത് ആണ്. സ്കോർപ്പിയോ എനർജി, ക്യാൻസർ എനർജി ഉണ്ട് ഇവിടെ. അവർക്കും ഒരു പുതിയ സ്റ്റാർട്ട് വേണം നിങ്ങളുടെ കൂടെ. അവർക്ക് പഴയതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണം നിങ്ങളുടെ കൂടെ. ആൻഡ് ഒരു ചേഞ്ച്ഡ് പേഴ്സൻ്റെ മാതിരിയാണ് അവർ ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ മുമ്പേ അവർ ഒട്ടും അവരുടെ ഫീലിംഗ് ഷെയർ ചെയ്യണ്ടായില്ല, ഇപ്പോൾ അവർ അവരുടെ ഫീലിംഗ് ഷെയർ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആ വലിയൊരു മാറ്റം ഇവരുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക? എന്താ ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോണത്? നിങ്ങളുടെ ആക്ഷനാണ് ഹൈറോഫാന്റ്, ടോറസ് എനർജി. ഈ പേഴ്സന്റെ ആക്ഷൻ എന്താണ്? അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ആക്ഷൻ ഉണ്ടാവുക. നിങ്ങളാണ് ഈ പേഴ്സണിനെ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. നിങ്ങൾ കുറച്ചുകൂടി ഒരു സറണ്ടർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണേ. അങ്ങനെ കുറേ സ്ട്രെസ്സൊന്നും എടുക്കാണ്ട് ശരിയായ സമയമാകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ശരിയായ സമയമായി എന്ന്, ആ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യും, കോൺടാക്ട് ചെയ്യും. ഓരൽസ് ഇവിടെ ഒരു ട്രാവൽഡ് എനർജിയും കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്യും. ഈ പേഴ്സൻ്റെ സൈഡിന് ഞാൻ എപ്പോഴും ഒരു ആക്ഷൻ കാണുന്നില്ല. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ കുറേ ഒരു നെഗറ്റീവ് തോട്ട്സ് കുറേ ഉണ്ട്. അതുമാത്രമല്ല അവരുടെ സെൽഫ് കോൺഫിഡൻസും ലോ ആണ്. അപ്പോൾ അവരെപ്പോഴും കുറേ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ പേടിയുണ്ട്, അത് റിജക്റ്റ് ആയി പോയാലോ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ട് ആയാലോ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ തോട്ട്സ് ഉണ്ട് അവരുടെ മനസ്സിൽ. ലോ സെൽഫ് കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ എന്താണ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ ഉണ്ടാവുക? ഔട്ട്കം ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, 8 of Pentacles, 2 of Pentacles and 10 of Pentacles. അപ്പോൾ ഇവിടെ പ്രോഗ്രസ് ഉണ്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, 2, 8, 10. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺലി പറയുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിൽ കുറേ ഇംബാലൻസസ് ഞാൻ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ കുറേ എഫേർട്ട് ഇടേണ്ടി വരും ഈ റിലേഷൻഷിപ്പിനെ സ്റ്റേബിലൈസ് ആക്കാൻ.
പക്ഷേ ഇതിന് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേമിൽ പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ ഞാൻ ഫാമിലി ലൈഫ് കാണുന്നുണ്ട്, അബണ്ടൻസ് കാണുന്നുണ്ട്, സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ്? ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. അപ്പോൾ അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ഓർക്കണേ, നിങ്ങൾ വേറെ ആരുടെ കൂടെ ആണെന്നാണ് അവർക്ക് ഫീലിംഗ് ഉള്ളത്. ഐ ഹിഡ് ഹൂ ഐ റിയലി ആം ഫ്രം യു. അപ്പോൾ അവരുടെ കാര്യം തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങളോട്, അവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല. ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് ഐ ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലീവ് മീ. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ മാതിരി കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ വിടുവാൻ, അവരെ റിജക്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ അവരെന്നെ ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാണ്ട് ഈ സിറ്റുവേഷനെ വിട്ടുണ്ടാവും. ഓരൽസ് നിങ്ങളെ നിങ്ങൾക്കൊരു ആൻസർ തരാണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തോ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി കുറേ പേടി ഉണ്ടാവും അവരുടെ മനസ്സിൽ. അപ്പോൾ ടോറസ്, ഇതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് റീഡിങ് ഉള്ളത്. ഇവിടെ സൈൻസ് ഞാൻ കണ്ടത് കാപ്രിക്കോൺ ഉണ്ട്, ടോറസിൻ്റെ കുറേ സൈൻസ് ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനൈ. ഫയർ സൈനും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് സ്കോർപ്പിയോ, ക്യാൻസർ. ഓക്കെ, ഇതാണ് സൈൻസ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഒരു പേഴ്സണലായി റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ, എന്നുവെച്ചാൽ കുറേ ആൾക്കാർ വീഡിയോസ് എപ്പോഴാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആൻഡ് ക്വിക്ക് ആക്സസ് എന്നുവെച്ചാൽ ഞാൻ ഈ വീഡിയോസ് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കും. പക്ഷെ അത് മെമ്പേഴ്സിന് മാത്രമാണ് ഫസ്റ്റ് അവർക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ മെമ്പറായ നിങ്ങൾക്ക് വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി കാണാം. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാൻ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ മെമ്പർ ആയാലേ ഈ പ്രൊവിഷൻ ഉണ്ടാവുള്ളൂ. നോൺ മെമ്പേഴ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ശരിയായി ഡേറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ അത് ജോയിൻ ചെയ്യാം. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.